ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൊപ്പിയുടെ യൂട്യൂബ് ചാനലിന് പൂട്ട് വീണിരിക്കുകയാണ്. അതായത് കേരള പോലീസ് ഇടപെട്ട് യൂട്യൂബ് ചാനൽ പൂട്ടിക്കെട്ടി. തൊപ്പി തെറിച്ചു. ഇപ്പം നമ്മൾ ന്യൂസ് ചാനലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവിടെയും ന്യൂസ് വരുന്നുണ്ട്, ഫ്ലാഷ് ന്യൂസ് ആയിട്ട് സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചു വരവ് ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്ന് ഞാൻ എന്തൊക്കെ രീതിയിൽ ആലോചിച്ചിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെയാണ് ഇനി ഒരു വെളുപ്പിക്കാൻ പോകുന്നത്? എല്ലാ രീതിയിലും അറിയില്ലേ, ഫേക്ക് പേഴ്സണാലിറ്റി എന്നുള്ളൊരു ലേബൽ വന്നില്ലേ? സ്വന്തം കൂടെ നടന്ന ആൾക്കാർ പോലും തിരിച്ചു കുത്തുന്ന ലെവലിലോട്ടേക്ക് ആയില്ലേ? അല്ലെങ്കിൽ അതേ ലെവലാണ്, അതിലും മോശമാണ് തൊപ്പി എന്നുള്ള ലെവലിലോട്ടേക്ക് കാണിച്ചു തന്നില്ലേ? എന്തൊരു സിൻസിയർ ആയിരുന്നു ഔട്ട് ഓഫ് ദ ക്യാമറ തൊപ്പി. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്തൊക്കെ സെൽഫി എടുക്കാൻ നിന്നു കൊടുക്കുന്നു. ഒരു ഭാഗത്താണെങ്കിൽ തെറിയും വൃത്തികേടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ലെവലിലോട്ടേക്ക് ആയതും. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ഇന്ത്യയിൽ ഇത്രത്തോളം റീച്ചും ആൾക്കാർ നോക്കിയിരുന്നേയും ഒരു സ്ട്രീമർ ഉണ്ടായിട്ടുണ്ടാവില്ല. ഐഷോ സ്പീഡിൻ്റെ കോപ്പി കാറ്റ് ആയിട്ടൊക്കെയാണ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് അതൊക്കെ കാണിക്കാൻ കുറച്ച് ഗട്ട്സൊക്കെ വേണമായിരുന്നു. അത് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ വിമർശിക്കപ്പെടുകയും ആൾക്കാർ സൂക്ഷ്മമായി നോക്കുകയും അതിൽ കിട്ടിയ ഒരു ഹൈപ്പൊക്കെ തന്നെയാണ് തൊപ്പിക്ക് കിട്ടിയത്. പക്ഷേ ഇനിയൊരു അവസ്ഥ, ഇൻസ്റ്റാ പേജ് പോയി, ഇപ്പം യൂട്യൂബിനും പൂട്ട് വീണു. ഇനി എങ്ങനെ സ്ട്രീം ചെയ്യാൻ പോകാനാണ്? കിക്കിലും വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നാലൊന്നും ഇത്രത്തോളം വ്യൂവർഷിപ്പ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, എത്രത്തോളം ആൾക്കാർ നോക്കാനും പോകുന്നില്ല. ഇനി കിക്ക് തന്നെ എടുക്കുമെന്നറിയില്ല. കാരണം ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് വീണ് കഴിഞ്ഞാൽ അവർ പിന്നെ നോക്കൂല. ക്ലവിക്കുലാർ ലൈവ് സ്ട്രീമിൽ ഓവർഡോസ്ഡ് ആയിട്ട് എടുത്തു കൊണ്ടുപോയ സമയത്ത് കിക്കിൻ്റെ സ്ട്രീമിംഗ് പാർട്ട്ണർഷിപ്പ് അവർ കളഞ്ഞു. അതുപോലെ തന്നെ വലിയ സംഭവമാണ് തൊപ്പി ചെയ്തത്. ഷമീറിൻ്റെ തുണ്ടെടുത്തിട്ട് 1,00,000 ആൾക്കാർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവായിട്ട് പ്ലേ ചെയ്തു, ബ്ലർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ആ ബ്ലർ പോലും അല്ല, ഞെട്ടിപ്പോയ സംഭവമാണ്. അടുത്ത ദിവസം ഷമീർ അതിലേറെ വലിയ പ്രൂഫുമായിട്ട് വന്നു. അത് കോയ എന്നൊക്കെ വന്നിട്ട് പൊട്ടൻ പിള്ളേരെടുത്ത് പറയുന്നത് പോലെ ഇവൻ വന്നിട്ട് ഇളക്കിയത്. എന്തായാലും ഇപ്പം തൃപ്തിയായി. ഇത് കാണുമ്പോൾ പണ്ട് ഒരു ഗെയിമിംഗ് സ്ട്രീമർ കുറച്ച് കോമാളിത്തരമൊക്കെ കാണിക്കുന്ന ഒരു ഗെയിമിംഗ് സ്ട്രീമറിൻ്റെ അടുത്ത് അനാവശ്യമായിട്ടുള്ള ഹേറ്റ്രിഡ് കേരള പീപ്പിളും അല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ കാണിക്കുന്നതായിരുന്നു എന്ന് അവൻ്റെ വീടൊക്കെ ചവിട്ടി പൊളിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, ചിലർക്കൊക്കെ എങ്കിലും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് കേരള പോലീസ് ചെയ്തപ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ റൈറ്റ് കോൾ എന്നാണ് തോന്നുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള വൃത്തികേടുകൾ, കോൺട്രിവേഴ്സീസ്, അതിൻ്റെ കൂടി ഡ്രഗ് അബ്യൂസ്, എന്താ പറയേണ്ട അലിഗേഷൻസ്, അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഔട്ട് ഇൻ ദ പബ്ലിക് ഗൈസ്. അതുപോലെ തന്നെ വേറെ കേസുകൾ, സ്ത്രീകളുടെ കേസുകൾ, ഇങ്ങനെയൊക്കെ ഇവൻ്റെ കൂടെ 12 വർഷം നടന്നിട്ടുള്ള ആൾക്കാരാണ് വന്ന് ഇളക്കിയിട്ടുള്ളത്. ഇനിയൊരു തിരിച്ചു വരവ് ഞാൻ നോക്കിയെടുത്തോളം സാധ്യതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെ വന്നിട്ട് ഇത് നിൽക്കുകയാണ്, ഇനി ഇതിന് മുമ്പിൽ വന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് അത് കാണണമെങ്കിൽ അതൊക്കെ ആമാതിരിയുള്ള മണ്ടന്മാരായിരിക്കും എനിക്ക് തോന്നുന്നത്. ഷമീർ ആയിക്കോട്ടെ, തൊപ്പി ആയിക്കോട്ടെ, എല്ലാം ആ ഗ്യാങ്ങിലുള്ള എല്ലാം കണക്ക്. ഇത്രയും വൃത്തികെട്ടവന്മാരുടെ കൂടി നിന്നിട്ടുള്ള മുനു എന്ന് പറയുന്ന ആൾ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടി നിൽക്കുന്നത്? അയാൾക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അയാൾ എന്നേ മൂവ് ഔട്ട് ചെയ്ത് പോകണ്ടേ അല്ലേ? ദാറ്റ്സ് ഓൾസോ സസ്പീഷ്യസ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ലോകത്തുള്ള ഏറ്റവും വലിയ നാറിയാണെങ്കിൽ ഞാൻ അവൻ്റെ കൂടി നിൽക്കുമോ? ഞാൻ വലിയ ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട്. അവർ ഡെഫിനറ്റ്ലി മൂവ് ഓൺ ചെയ്യും. ഈ അതും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ന്യൂസ് ചാനലുകളിലൊക്കെ ഇത് വരുന്നുണ്ട്, ഇവർ തിരിച്ച് അപ്പീൽ പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ കേരള കോടതി കർശനമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള നിലപാട് തന്നെ. ഇതുപോലുള്ള വിവരം കെട്ടവന്മാർ വന്നിട്ട് കോമാളിത്തരം ക്യാമറയുടെ മുമ്പിൽ കാണിച്ചിട്ട് ഔട്ട്സൈഡ് ദ ക്യാമറ അത്രയും വലിയ വൃത്തികേടാണ് അവരൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈഗിൾ ഗെയിമിങ്ങും കാസ്ട്രോ ഒക്കെ ഒരു റോൾ മോഡൽസ് തന്നെയാണ്. വളരെ മാന്യം. കാസ്ട്രോ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ഡൗൺ ടു എർത്താണ്, ഹമ്പിളാണ്. എന്തോ ആയിക്കോട്ടെ, ഞാൻ പുള്ളീൻ്റെ ഒരു ലൈവ് സ്ട്രീം കൂടി ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ എത്ര ഒരു ഇതായിട്ടുള്ള ആളാണ്. അതും കാസ്ട്രോ ഒക്കെ വാങ്ങിച്ചിരിക്കുന്ന കാറ്, 1.5 കോടിയുടെ ബെൻസൊക്കെ BMW വാങ്ങിച്ചിരിക്കുന്ന കാസ്ട്രോൻ്റെ അടുത്താണ് ഇവന്മാർ UP നിന്ന് ഫോർച്യൂണറും BMW 10 ലക്ഷം രൂപയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഷോ ഇറക്കുന്നത്. അതിൻ്റെ കോമൺ സെൻസ് ഇല്ല. ഞാനിത് ഇറക്കിയ കാലത്ത് വന്നിട്ട് പറഞ്ഞതാ, ഈ ഡോണ്ട് ഹേർട്ട് എ മാൻസ് ഈഗോ എന്നെല്ലാം പറഞ്ഞിട്ട് റീലിറക്കുന്നത്. ഇത് 10 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ പറ്റുവാണെങ്കിൽ 1.5 കോടിയുടെ വണ്ടി ഇറക്ക്, എന്നിട്ട് കാണിക്ക്. അത് പറ്റിയിട്ടില്ലല്ലോ, അപ്പം പിന്നെ വന്നിട്ട് ഓവർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. തൊപ്പിയുടെ ചാനൽ പൂട്ടിയ കാര്യം വളരെ നല്ല തീരുമാനം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ആയിട്ട് ഇടൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.